ഭാഗമായ നായ്ക്കനാലിലെ ആലിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റുന്നു. ദേവസ്വം ഭാരവാഹികളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും കേരള വനം വകുപ്പ് ഗവേഷണ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് മുറിച്ചുമാറ്റൽ നടത്തുന്നത്. പലപ്പോഴായി വിവാദങ്ങളിൽ ഉൾപ്പെട്ട ആലാണ് ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കലിന്റെ ഭാഗമായി ശിഖരങ്ങൾ മുറിച്ചുമാറ്റപ്പെടുന്നത്. ഇവിടെ ഞങ്ങളുടെ വളരെ ജാഗ്രതാപൂർണമായ നേതൃത്വത്തിൽ തന്നെയാണ് ഈ മരം നമ്മുടെ ആല് മുറിക്കുന്നത്. നായ്ക്കനാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്നതാണ് നായ്ക്കനാൽ. ഈ ആലിന്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് വളരെ ശോചനീയാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരികയാണ്. ഇതിന്റെ ശിഖരങ്ങളൊക്കെ കോട് പിടിച്ചും മറ്റും എപ്പോഴും അപകടം വരും എന്നൊരവസ്ഥയിലായിരുന്നു. അപ്പൊ അത് മുറിച്ചു മാറ്റുക മാത്രമേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അവൻ അതിനുവേണ്ടി തന്ത്രിയുടെ അനുമതി വാങ്ങി. തന്ത്രിയുമായി വളരെ ദീർഘനേരം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു അതിന്റെ ശിഖരങ്ങൾ പൊളിച്ചു മാറ്റുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന്. ആ മുറിച്ചു മാറ്റുന്നതോ ശാസ്ത്രീയ വിധി പ്രകാരമാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിന് പ്രകാരമാണ് കേരള വനം വകുപ്പിന്റെ ഗവേഷണ കേന്ദ്രത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ വരുത്തി അവർ മുറിച്ചു മാറ്റുന്നു. മുറിച്ചു മാറ്റുന്നത് ശ്രദ്ധിക്കണം. ഏറ്റവും അതിലെ ഒരു കമ്പ് പോലും ഇതിന്റെ തറയിൽ പതിക്കാതെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അത് മുറിച്ചു മാറ്റുന്നത്. പ്രധാനപ്പെട്ട തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന ആലാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് നമ്മൾ ഈ ആൽമുത്തശ്ശിയെ സമീപിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ ഇതളുകളും നമ്മൾ ഓരോ ശിഖരങ്ങളും മുറിച്ചു മാറ്റുമ്പോൾ അത്രയും സൂക്ഷ്മത എടുത്ത് ഇതിന് നമ്മളതിനെ ശാസ്ത്രീയമായിട്ട് പരിപാലിപ്പിക്കുകയാണ്. നമ്മൾ കണ്ടു ശ്രീമൂലസ്ഥാനത്തെ ആല എങ്ങനെയാണ് വളരെ മൃതാവസ്ഥയിലായിരുന്ന ആലായിരുന്നു. അതിപ്പോ പുനരുജ്ജീവിപ്പിച്ച ഒരു പുത്തൻ ഉണർവോടുകൂടി വന്നിരിക്കുകയാണ്. അതിനേക്കാളും ആരോഗ്യമുള്ള ഒരു ആലാണിത്. അപ്പൊ അതിനെ നമുക്ക് അപകടാവസ്ഥ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചുരുക്കം ചില ശിഖരങ്ങൾ മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. അതിനുശേഷം ഇതിന് ഫംഗസിന്റെ ഒക്കെ ഇൻഫെക്ഷനും കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. അതിനെ ട്രീറ്റ് ചെയ്ത് ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി എക്കാലത്തേക്കും നമ്മുടെ നായ്ക്കനാല് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ നായ്ക്കനാൽ എന്ന് പറയുന്നതിന് ഒരു ചരിത്രം, ഈ പേര് വന്നതിനൊരു ചരിത്രമുണ്ട്. പണ്ട് ഈ ഭാഗത്തൊക്കെ ഈ പരിസരമൊക്കെ നായ്ക്കർ വിഭാഗക്കാരാണ്. അതായത് പഴയ തമിഴ്നാട്ടിൽ നിന്നൊരു എല്ലാവരും കൂട്ടമായിട്ട് അധിവസിച്ചിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് ആ ഒരു പ്രദേശത്തിന്റെ ആ ഒരു നാമധേയം നിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരുപക്ഷെ സ്ഥാപിച്ചതായിരിക്കാം ഈ നായ്ക്കനാൽ. ഈ ആലിന് വേറൊരു പ്രത്യേകത തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നതായിട്ടുള്ള തിരുവമ്പാടിയുടെ കൊടി ഉയർത്തുന്നത് ഇവിടെയാണ്. ഇപ്പോഴും അതിന്റെ മുകളിൽ കൊടി കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെയും ഇതൊരു പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആലങ്ങനെ അപ്പാടെ മുറിച്ചു മാറ്റാൻ അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമില്ല. ചെയ്യേണ്ടി വന്നാൽ അത്രയും അവശ നിലയിലെത്തുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും.